കേരളത്തിൽ മെയ് 4-ന് പെട്ടി തുറക്കുമ്പോൾ ആര് അധികാരത്തിൽ വരും എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അറിയാൻ കഴിഞ്ഞ മാധ്യമങ്ങളുടെ ഇടയിലും പൊതുവെ രഹസ്യമായ പരസ്യം എന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത്, ഇടതുപക്ഷ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അപ്പോൾ പേരാവൂരിൽ നിന്ന് ജയിക്കുന്ന കെ ശൈലജ ടീച്ചർ ജയിക്കുമോ എന്ന് പല ആൾക്കാരും സംശയം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും കെ ശൈലജ ടീച്ചർ അവിടുന്ന് മാന്യമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. വേറൊന്നുമല്ല, അടുത്ത നിയമസഭയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആദ്യ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രമായിരിക്കും സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ LDF സർക്കാരിനെ നയിക്കുക. അതിനുശേഷം കെ ശൈലജയായിരിക്കും. അതിനു മുന്നായിട്ട് കെ ശൈലജ നിലവിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഒന്നുകിൽ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ ആരോഗ്യം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കെ ശൈലജ ഏറ്റെടുക്കുന്ന വകുപ്പ്. അതുപോലെ തന്നെ നിലവിൽ നേരത്തെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന വീണ ജോർജ് ഒന്നുകിൽ വിദ്യാഭ്യാസ വകുപ്പ്, അതല്ലെങ്കിൽ സ്പീക്കർ, ഈ ഒരു 2 രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം ഒരു നല്ല നാളേക്കായി.